വയനാട് DCC ട്രഷററായിരുന്ന NM വിജയന്റെ ആത്മഹത്യയിൽ KPCC അധ്യക്ഷൻ K സുധാകരന്റെ മൊഴിയെടുത്തു. ബത്തേരി പോലീസ് കണ്ണൂരിലെ വീട്ടിലെത്തിയാണ് മൊഴി രേഖപ്പെടുത്തിയത്. ഞാൻ അന്ന് നിങ്ങളുടെയൊക്കെ പറഞ്ഞത് തന്നെ ഇവിടെ വീണ്ടും ആവർത്തിച്ചു പോലീസോട്. പോലീസ് അത് ബോധ്യപ്പെട്ടു. അവർ എല്ലാം എഴുതിയെടുത്തവർ പോയി. പിന്നെ നിങ്ങൾക്കത് കേട്ടിട്ട് സമാധാനിച്ചിട്ട് നിങ്ങൾക്ക് പോകാം. അങ്ങനെ നേതാക്കൾ ഞങ്ങളൊരു കമ്മിറ്റി അവിടെ ഉണ്ടല്ലോ, ഉത്തരവാദിത്തപ്പെട്ടവരല്ലേ. ഞാൻ ആ കാര്യങ്ങൾ അന്വേഷിക്കാൻ KPCC നേതൃത്വത്തിന് ഒരു ടീമിനെ ഉണ്ടാക്കി, അവരെ ഏൽപ്പിച്ചു. അവർ ചർച്ച നടത്തി, അവരന്വേഷിച്ചു. അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കുറ്റവാളികൾ, കുറ്റം ചെയ്തവരുണ്ട്, ചെയ്യാത്തവരുണ്ട്. അതിനെക്കുറിച്ച് പാർട്ടി ആലോചിച്ച് ചർച്ച നടത്തി അതിൻ്റെ മേലെ യുക്തമായ തീരുമാനം അവർ സ്വീകരിക്കും. ഫെലിക്സ് പുളിക്കൽ വിവരങ്ങളുമായിട്ട്. ഫെലിക്സ്, എത്ര സമയം നീണ്ടു നിന്നു മൊഴിയെടുക്കൽ? മറ്റു വിവരങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർ എന്തെങ്കിലും പ്രതികരിച്ചു? ദിവിഷ്, ഏതാണ്ട് 10 കൂടിയാണ് കണ്ണൂർ നടാലിലുള്ള KPCC അധ്യക്ഷൻ K സുധാകരന്റെ വീട്ടിൽ ബത്തേരി DYSP അടങ്ങുന്ന അന്വേഷണ സംഘം എത്തിയത്. അരമണിക്കൂർ നേരം പോലീസ് സംഘം വീട്ടിലുണ്ടായിരുന്നു. 10 മിനിറ്റ് നേരം മാത്രമാണ് മൊഴി രേഖപ്പെടുത്തിയതെന്നാണ് സുധാകരനുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ അനുയായികളടക്കം വ്യക്തമാക്കുന്നത്. നമുക്കറിയാം, NM വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട് K സുധാകരൻ ഇത് സംബന്ധിച്ച ആ ക്രമക്കേട് സംബന്ധിച്ചൊരു കത്ത് NM വിജയൻ കൈമാറി എന്ന് ആ കുടുംബം തന്നെ നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു. പിന്നീട് K സുധാകരൻ തന്നെ തനിക്ക് ഇങ്ങനെ ഒരു കത്ത് ലഭിച്ചിരുന്നു എന്ന് മാധ്യമങ്ങളോട് സമ്മതിക്കുകയും ചെയ്തു. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും വിശദാംശങ്ങളുമാണ് ഈ ചോദ്യം ചെയ്യലിൽ ആരാഞ്ഞത്. പ്രധാനമായും അവർ ചോദിച്ചത് ഈ കത്തിലുണ്ടായിരുന്ന പേരുകൾ ആരൊക്കെ, മാത്രമല്ല ഈ കത്തിൽ പറയുന്ന മറ്റ് സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾ എന്തൊക്കെ തുടങ്ങിയ കാര്യങ്ങളാണ് ചോദിച്ച് അറിഞ്ഞത്. അക്കാര്യങ്ങളൊക്കെ തന്നെ വിശദമായി മൊഴിയായി നൽകിയിട്ടുണ്ട് എന്ന് സുധാകരൻ പിന്നീട് വ്യക്തമാക്കുകയും ചെയ്തു. ഏതായാലും കൂടുതൽ പ്രതികരണത്തിന് അന്വേഷണ സംഘം തയ്യാറായില്ല. അന്വേഷണം നടക്കുന്നു എന്ന് മാത്രമാണ് ബത്തേരി DYSP ഈ മൊഴിയെടുപ്പിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ശരി, ഫെലിക്സ് പുളിക്കലാണ് വിവരങ്ങൾ നൽകിയത്.